ഹലോ മക്കളെ, ഇനി എല്ലാവർക്കും മുമ്പിൽ ഒരു കാര്യം പറയാനാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. വേറെ ഏതുമല്ല, നിങ്ങളും കണ്ടിട്ടുണ്ടാവും തംബ്നെയിലിൽ വെയിറ്റേജിനെ കുറിച്ചല്ലേ. നമ്മുടെ ചാപ്റ്ററിൻ്റെ വെയിറ്റേജിനെ കുറിച്ച് മുൻപ് പറയുന്നതിന് മുൻപായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. ഇനി നിങ്ങളുടെ +1 ജീവിതം അവസാനിക്കാൻ വെറും ഒരു മാസം കഷ്ടി ക്ലാസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു മാസം കൊണ്ട് നിങ്ങൾ ഇനി പഠിക്കാൻ തയ്യാറാണ് ഈ മക്കളെ. പഠിച്ചു തുടങ്ങിക്കോ. ഏതൊക്കെ ചാപ്റ്ററിന് എങ്ങനെയൊക്കെ എത്ര മാർക്കിനൊക്കെ പഠിക്കണം എന്നറിയാത്തത് കൊണ്ടിരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണുക. കാരണം കംപ്ലീറ്റ്ലി ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അപ്പോൾ നോക്കിക്കോടാ, വേറെ ഒന്നുമല്ല, നിങ്ങളുടെ എക്കണോമിക്സിന് നിങ്ങൾക്കറിയാം 2 ബുക്കുകളല്ലേ അല്ലേ. ഒന്ന് ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഉണ്ട്, 2 സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സ് എന്ന് പറഞ്ഞ പുസ്തകം കേട്ടോ. അപ്പോൾ ആ പുസ്തകത്തിൻ്റെ പേര് മറക്കണ്ട, സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ ഇക്കണോമിക്സ് എന്നാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന പുസ്തകം സമഗ്രയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താൽ കിട്ടുന്നത് വേറെ സ്റ്റാറ്റി ആയിരിക്കും, അതല്ല നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു പക്ഷേ ഇത് വായിച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തന്നെ ഇതിനെ ഞാനൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, നിങ്ങൾ പഠിക്കേണ്ട ഇന്ത്യൻ എക്കോണമി എന്ന് പറയുന്ന പുസ്തകങ്ങളിലെ ആദ്യത്തെ 5 ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഒന്നാമത്തെ ചാപ്റ്റർ നിങ്ങൾക്കറിയാം, ഇന്ത്യൻ എക്കോണമി ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ്, അഥവാ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇന്ത്യൻ എക്കോണമിയുടെ അവസ്ഥ എന്തായിരുന്നു പറയുന്ന ചാപ്റ്ററിന്. ആ ചാപ്റ്ററിന് മാക്സിമം നിങ്ങൾക്ക് ഒരു 3 മാർക്കിന് ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉള്ളൂ എന്നാണ്. ഓക്കെ, വെയിറ്റേജ് 3 മാർക്കിൻ്റെ വെയിറ്റേജ് അതിനുള്ളൂ. എന്നാൽ രണ്ടാമത്തെ ചാപ്റ്ററിലുള്ള ഇന്ത്യൻ എക്കോണമി 1950 മുതൽ 1990 വരെയുള്ള ഇന്ത്യൻ എക്കോണമിയുടെ ചരിത്രം പറയുന്ന ആ ഭാഗത്തിന് 4 മാർക്കിൻ്റെ ചോദ്യം. ഓക്കെ, എന്നാൽ എസ്സേ ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് എസ്സേ ക്വസ്റ്റ്യൻ വരാൻ പോകുന്ന നോക്കിയേ, നിങ്ങളുടെ എസ്സേ ക്വസ്റ്റ്യൻ ഇന്ത്യൻ എക്കോണമിയിലെ നിങ്ങളുടെ ഒരു എസ്സേ ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത് ഈ പറയുന്ന 3rd ചാപ്റ്റർ എന്നാണ്. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും 6 മാർക്കിന്, അഥവാ നിങ്ങളുടെ ഒരു എസ്സേ ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത് ഈ ചാപ്റ്റർ എന്നാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ചാപ്റ്റർ വളരെ വൃത്തിയായിട്ട് പഠിച്ചു വെക്കാം. 6 മാർക്കിൻ്റെ ചോദ്യമായിരിക്കും അവിടെ നിന്ന് വരാൻ പോകുന്നത്. നെക്സ്റ്റ്, ഇതുപോലെ തന്നെ മറ്റൊരു എസ്സേ വരാൻ ചാൻസ് കൂടുതലുള്ള ഒരു ഭാഗമാണ് നിങ്ങളുടെ അടുത്ത 4ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്ന പോവർട്ടി എന്ന് പറഞ്ഞ ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ നിർബന്ധമായിട്ട് നോക്കി വെച്ചോ. അതായിരിക്കും മിക്കവാറും എസ്സേ വരാൻ ചാൻസ് കൂടുതലുള്ളത്. അപ്പോൾ 6 മാർക്കിൻ്റെ ചോദ്യമായിട്ട് അവിടെ നിന്നും നിങ്ങൾക്ക് എസ്സേ പ്രതീക്ഷിക്കാം. പിന്നെ അവസാനമായിട്ട് 5ാമത്തെ ചാപ്റ്റർ, വളരെ ചെറിയൊരു ചാപ്റ്റർ, നിങ്ങൾക്ക് പഠിക്കാനുള്ള ഏറ്റവും അനുഗ്രഹപ്പെട്ട ചാപ്റ്റർ അല്ലെങ്കിൽ അനുഗ്രഹീതമാക്കപ്പെട്ട ചാപ്റ്ററാണ് 5ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറയുന്നത്. അതിലെ ഹ്യൂമൻ റിസോഴ്സിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ വരാനാണ് കൂടുതൽ ചാൻസ്. 4 മാർക്കിൻ്റെ ചോദ്യം നിങ്ങൾക്ക് അവിടെ നിന്നും എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ 4 മാർക്കിനുള്ള ചോദ്യം എന്താ ഈ പറയുന്ന ഭാഗത്ത് നിന്നായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇന്ത്യൻ എക്കോണമിയിലെ ആദ്യത്തെ 5 ചാപ്റ്ററുമാണ്. ബാക്കിയുള്ള 4 ചാപ്റ്റർ നോക്കിക്കോളൂ. മെയിനായിട്ട് റൂറൽ ഡെവലപ്മെൻറ്റ്, അതിൽ നിന്നും 5 മാർക്ക്. 6ാമത്തെ ആയിട്ടുള്ള റൂറൽ ഡെവലപ്മെൻറ്റ് നിങ്ങൾക്ക് 5 മാർക്കായിരിക്കും അവിടെ നിന്നുണ്ടാവുക. ഇനി 3 മാർക്ക് മാത്രമേ ഏത് ചാപ്റ്ററിൽ നിന്നുണ്ടാവുള്ളൂ. പേര് വലുതാണെങ്കിലും അവിടെ നിന്ന് 3 മാർക്ക് കിട്ടുള്ളൂ. എംപ്ലോയ്മെൻറ്റ്, ഗ്രോത്ത്, ഇൻഫോർമലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയ ചാപ്റ്റർ ഉണ്ട്, അത് 3 മാർക്കിന് ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉള്ളൂ. ഇനി അടുത്തൊരു എസ്സേ വരാൻ ചാൻസ് ഉള്ളതാണ്. അടുത്ത എസ്സേ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇവിടെ വരാൻ ചാൻസ് ഉള്ളത് നമ്മുടെ 8ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള എൻവയൺമെൻറ്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അഥവാ സുസ്ഥിര വികസനത്തെക്കുറിച്ചുള്ള ആ ചാപ്റ്റർ ഉണ്ടല്ലോ, അതിൽ നിന്നായിരിക്കും നിങ്ങളുടെ അടുത്ത എസ്സേ വരുന്നത്. അഥവാ 6 മാർക്കിൻ്റെ ചോദ്യം ആ ചാപ്റ്ററിൽ നിന്നായിരിക്കും. ആൻഡ് ഫൈനൽ ചാപ്റ്റർ നിങ്ങൾക്കറിയാം, കമ്പാരിറ്റീവ് ഡെവലപ്മെൻറ്റ് എക്സ്പീരിയൻസ് ഓഫ് ഇന്ത്യ ആൻഡ് ഇറ്റ്സ് നൈബേഴ്സ് എന്ന് പറയുന്നത്. ഇന്ത്യയും ഇന്ത്യയുടെ അയൽരാജ്യമായിട്ടുള്ള ചൈനയും പാകിസ്ഥാനൊക്കെ പരസ്പരം കമ്പയർ ചെയ്യുന്നുള്ള ഈ ചാപ്റ്ററിൽ നിന്നും നിങ്ങൾക്ക് 3 മാർക്കിന് ചോദ്യം വരുള്ളൂ. അപ്പോൾ നോക്കിയേ, ഇന്ത്യൻ എക്കോണമി നമ്മൾ ആകെ മൊത്തം കൂട്ടി നോക്കുകയാണെങ്കിൽ നമ്മുടെ മൊത്തം 80ൽ 40 മാർക്ക്, 80ൽ 40 മാർക്കിൻ്റെ വെയിറ്റേജും ഇന്ത്യൻ എക്കോണമിക്കാണ് കൊടുത്തിട്ടുള്ളത്. ബാക്കി 40 മാർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സ് എന്ന് പറയുന്ന ഭാഗത്തേക്കാണുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സ് എന്ന് പറയുന്നിടത്താണ് ബാക്കിയുള്ള നിങ്ങളെ 40 മാർക്ക് വരുന്നത്. ആ 40 മാർക്ക് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പറഞ്ഞുതരാം. അതിൽ എസ്സേ വരാൻ ചാൻസ് ഉള്ള 2 ചാപ്റ്റേഴ്സാണ്, 4ാമത്തെ ചാപ്റ്ററും അതേപോലെ 5ാമത്തെ ചാപ്റ്ററും. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, അരിത്തമെറ്റിക് മീൻ അഥവാ എക്സ് ബാർ, മീഡിയൻ അഥവാ എം ആൻഡ് മോഡ് ഇസഡ് അല്ലേ. ഈ 3 എണ്ണവും അതിൻ്റെ കാൽക്കുലേഷൻ നിർബന്ധമായിട്ട് പഠിച്ചു വെച്ചോ. വൃത്തിയായിട്ട് അത് ഡിസ്ക്രീറ്റിലും കണ്ടിന്യൂസിലും ആൻഡ് റോഡാറ്റിലും പഠിച്ചു വെച്ചോളൂ. 3 എണ്ണം കൂടി മൊത്തം 9 എണ്ണം പഠിക്കാനുള്ളത്. അത് പഠിച്ചാൽ തന്നെ മക്കളെ 8 മാർക്കിൻ്റെ എസ്സേ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ 8 മാർക്കിൻ്റെ എസ്സേ ക്വസ്റ്റ്യൻ എന്നല്ല, 6 മാർക്ക് പ്ലസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ 2-3 മാർക്കിൻ്റെ 1 വേർഡ് ക്വസ്റ്റ്യൻസ് കൂടി നിങ്ങൾക്ക് അവിടെ പ്രതീക്ഷിക്കാം. അപ്പോൾ ഒരു എസ്സേ ചാപ്റ്ററാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള എസ്സേ ചാപ്റ്ററാണ് ഈ പറഞ്ഞിരിക്കുന്നത്. എസ്സേ ക്വസ്റ്റ്യൻ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നും ഇവിടെ നിന്നാണ് വരാൻ ചാൻസ് കൂടുതലുള്ളത്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഞാൻ നിങ്ങളോട് പറഞ്ഞു പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റയും എന്താണ്, അഥവാ ഡാറ്റ പ്രസൻറ്റേഷനും ഒരു എസ്സേ ചാപ്റ്റർ ക്വസ്റ്റ്യനാണ്.
അവിടെ നിന്നും നിങ്ങൾക്ക് വരാൻ പോകുന്നത് 8 മാർക്ക് തന്നെയാണ്. പക്ഷേ 8 മാർക്ക് ഒറ്റ ചോദ്യമല്ല, 6 മാർക്കിൻ്റെ ഒരു ചോദ്യവും പ്ലസ് 2 മാർക്കിൻ്റെ 1 വേർഡ് ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യനോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ 8 മാർക്ക് അവിടെ നിന്നും ചോദ്യം ഉണ്ടാവും. മിക്കവാറും ഒജീവിനെ കുറിച്ചായിരിക്കും നിങ്ങൾക്കുള്ള ചോദ്യം ഉണ്ടാവുക, അല്ലെങ്കിൽ ഹിസ്റ്റോഗ്രാം, ബാർ ഡയഗ്രാം, പൈ ഡയഗ്രാം എന്ന് പറഞ്ഞ ഒരുപാട് ഡയഗ്രാംസ് ഉണ്ട് അല്ലേ. അപ്പോൾ അവിടെ നിന്നും ചോദ്യം പ്രതീക്ഷിക്കാം. അപ്പോൾ എസ് വരാൻ ചാൻസ് ഉള്ള ഒരു ചാപ്റ്ററാണ് പറഞ്ഞത്, 2 ചാപ്റ്ററുകളായി. ഇനി ഇൻട്രൊഡക്ഷൻ ടു സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും എപ്പോഴും ചോദിക്കുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട്. അത് പഠിച്ചാൽ നിങ്ങൾക്ക് അവിടെ കിട്ടാൻ പോകുന്നത് 2 മാർക്കാണ്. ചെറിയ ചാപ്റ്ററാണ്, 2 മാർക്ക് അതിനുള്ളൂ. എന്നാൽ വളരെ അധികം മിക്കവാറും പേര് ഒഴിച്ചുകൂടാനാവാതെ പഠിക്കേണ്ട ചാപ്റ്ററാണ് രണ്ടാമത്തെ ചാപ്റ്റർ. കളക്ഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും ഒരുപാട് മാർക്കിന് ചോദ്യം വരാം. അപ്പോൾ 7 മാർക്കിന് ചോദ്യം വരാൻ പോകുന്നത് ഈ പറഞ്ഞ സെക്കൻഡ് ചാപ്റ്ററാണ്. ആൻഡ് 4 മാർക്കിനാണ് എവിടെ നിന്നുണ്ടാവുക, തേർഡ് ചാപ്റ്ററല്ല, ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റയിൽ 4 മാർക്കിൻ്റെ ചോദ്യങ്ങളെ വരാൻ ചാൻസ് ഉള്ളൂ. ഓക്കെ. ആൻഡ് 5th ചാപ്റ്റർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, 4th പറഞ്ഞു കഴിഞ്ഞു. 6ാമതായിട്ട് വരുന്ന കോറിലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവുക. എന്താണ് കോറിലേഷനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വൃത്തിയായിട്ട് പഠിച്ചു വെച്ചോളൂ. ആ ചാപ്റ്റർ നിർബന്ധമായിട്ട് പഠിക്കുക. 5 മാർക്ക് അവിടെ വരുന്നത്. അപ്പോൾ നോക്കിയേ, 5 ഈ പറഞ്ഞ 8 മാർക്കിന് സെയിം, അതുപോലെ 2 മാർക്ക് രണ്ടാമത്തെ ചാപ്റ്റർ എന്നുള്ള 7 മാർക്ക് കഴിഞ്ഞാൽ പിന്നെ വരാൻ പോകുന്ന വലിയ മാർക്ക് നമ്മളെല്ലാവരും സിമ്പിളായിട്ട് കാണപ്പെടുന്ന അല്ലെങ്കിൽ സിമ്പിളായിട്ട് നമ്മൾ ഒഴിവാക്കി വിടുന്ന നമ്മുടെ കോറിലേഷനാണ്. പഠിച്ചു വെച്ചോ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. ആൻഡ് അറ്റ് ദ സെയിം ടൈം വെറും 2 മാർക്ക് മാത്രമേ എവിടുന്നുള്ളൂ, ഈ പറഞ്ഞ അവസാനത്തെ ചാപ്റ്ററിലെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് അഥവാ പ്രോജക്റ്റിൻ്റെ സ്റ്റെപ്പുകൾ എഴുതാനാണ് ചോദിക്കട്ടോ. ഒരു പ്രോജക്റ്റിൻ്റെ സ്റ്റെപ്പുകൾ എഴുതാനാണ് പറയാം, 2 മാർക്ക്. ആൻഡ് ഫൈനലി 4 മാർക്ക്, 36 മാർക്ക് പ്ലസ് 4 മാർക്ക്. ഈ പറഞ്ഞ 4 മാർക്ക് ഏതായിരിക്കും, ഇൻഡെക്സ് നമ്പർ നിന്നായിരിക്കും. മിക്കവാറും ഇൻഡെക്സ് നമ്പർ കൺസ്ട്രക്ട് ചെയ്യുന്നുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളായിരിക്കും ചോദിക്കാറുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സ്റ്റാറ്റിയിൽ നിങ്ങൾക്കുള്ളത്. അപ്പോൾ മൊത്തം നോക്കിയാൽ നിങ്ങളുടെ 80-ൽ 40 മാർക്ക് സ്റ്റാറ്റിസ്റ്റിക്സിനാണ്, 40 മാർക്ക് സ്റ്റാറ്റിസ്റ്റിക്സിനാണുള്ളത്. ബാക്കി 40 മാർക്ക് ഇന്ത്യൻ എക്കോണമിക്കാണ്. ഇതെപ്പോഴും 40-40 എന്ന ഈസ്റ്റു എന്ന ബന്ധത്തിൽ വരണമെന്നില്ല. ആ പ്രൊപ്പോർഷൻ ചില സമയങ്ങളിൽ മാറാറുണ്ട്, ചില സമയം 42-38 ആ രീതിയിൽ പോകാറുണ്ട്. അപ്പോൾ ഒരു ഏകദേശം ഇതാണ് ധാരണ. ഈ പറഞ്ഞിരിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞ ചാപ്റ്ററുകൾ വൃത്തിയായിട്ട് പഠിച്ചു വെച്ചാൽ മക്കളെ, ഇനി ഇങ്ങനെയാണ് ചാപ്റ്ററിൻ്റെ വെയിറ്റേജ്. ഒരുപാട് സമയം ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഈ പറഞ്ഞ അവസാനത്തെ സ്റ്റാറ്റിലെ അവസാനത്തെ ചാപ്റ്ററിൽ ഇരിക്കരുത്, അതേപോലെ തന്നെ സ്റ്റാറ്റിലെ 1ാമത്തെ ചാപ്റ്ററിൽ ഇരിക്കരുത്. കാരണം അത് രണ്ടും കൂടി പഠിച്ചു കഴിഞ്ഞാൽ മാക്സിമം 5 മാർക്കിന് താഴെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. 80 മാർക്കിൻ്റെ പരീക്ഷയിൽ 5 മാർക്ക് വളരെ കുറവാണ്. അപ്പോൾ ആ 2 ചാപ്റ്റർ ഏറ്റവും കൂടുതൽ സമയം ഇരുന്ന് പഠിക്കരുത്. ബാക്കിയുള്ള ഏറ്റവും മാർക്ക് കൂടുതലുള്ള ചാപ്റ്ററുകൾ ആദ്യം പഠിക്കുക. കാരണം മാർക്ക് കൂടുതലുള്ള ചാപ്റ്ററുകൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന മാർക്കും വളരെ കൂടുതലായിരിക്കും. ഓർക്കുക, +1-ൽ നല്ല മാർക്ക് വാങ്ങിയിട്ട് +2-ലേക്ക് എത്തുക. കാരണം +2 നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, അയാൾ കുറച്ചുകൂടി ഭീകരനാണ്. ഓക്കെ. അപ്പോൾ ആ ഭീകരനെ നേരിടണമെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുറച്ച് ശക്തികൾ വേണം. ആ ശക്തികളാണ് നിങ്ങൾക്ക് എക്സാമിൽ കിട്ടാൻ പോകുന്നത്. അപ്പോൾ മക്കളെ, ഇനി നിങ്ങളുടെ സമയമാണ്, നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയമാണ്, നിങ്ങൾക്ക് പഠിച്ച് വിജയിച്ച് കാണിച്ചു കൊടുക്കാനുള്ള സമയമാണ്. അത് വൃത്തിയായിട്ട് നിങ്ങൾ ഉപയോഗപ്പെടുത്തും എന്നൊരു വിശ്വാസം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവെച്ചുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു. വൺസ് അഗൈൻ വീണ്ടും കാണുമെന്ന പ്രതീക്ഷയോടുകൂടി സൽസബീൻ സൈനിങ് ഔട്ട് ഫ്രം എജുബോർഡ്. ഹാപ്പി ലേണിംഗ് ഓൾ. ബൈ.